അങ്ങനെ തമിഴ്നാട്ടിൽ എൻ്റെ മോനെ നടക്കാനിറങ്ങിയാണ്. ഞാൻ ആദ്യമായിട്ട് നടക്കാൻ വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ബൈക്കിൽ വന്നിട്ട് ചെറിയൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ മോനെ പുള്ളിനെയൊക്കെ സമ്മതിക്കണം. പണ്ടത്തെ കാലത്തൊക്കെ ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോഴാണ് നടന്നിട്ടുണ്ട്. ഇപ്പം ആവുന്നില്ല. പുള്ളിയൊക്കെ പറന്ന് പോകുന്നുണ്ട്. ഇത് കണ്ടോ, ഫുള്ള് മുള്ളിൻ്റെ ഒരു ടൈപ്പ് കാടടോ, ഒരു വക അലമ്പ് മുള്ള്. ഇത് കണ്ടോ. പക്ഷെ എൻ്റെ മോനെ അതിനകത്തായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കാട് എക്സ്ട്രീമിലി, അതിൻ്റെ കാട് എൻ്റെ അമ്മ എന്തൊരു വലിയ കാടാണ്. ഈ മലേൻ്റെ മേലെയൊക്കെ കണ്ടില്ലേ, ഈ മലേൻ്റെ മേലെയുള്ള കാടുകൾ മൊത്തം അങ്ങനത്തെ മുള്ളിൻ്റെ കാടാണ്, മുൾക്കാട്. ആ മലേൻ്റെ അപ്പുറത്തെ മലയാണ് കൊടൈക്കനാൽ മലനിരകൾ. അതിൻ്റെ താഴെ തേനി. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. നല്ല കിടിലൻ പ്ലേസ് കേട്ടോ. പക്ഷെ മഴ പെയ്യത്തില്ല. മേലെ മഴ പെയ്യും, അതിൻ്റെ ചാറ്റൽ മാത്രം ഇങ്ങോട്ടടിക്കും. ഫുള്ള് കൃഷി, ഒരു രക്ഷയില്ലാത്ത കൃഷി എടുക്കാൻ വേണ്ടി സെറ്റ് ചെയ്തിട്ടേക്ക്. നോക്കി, മാവിൻ്റെ തോട്ടം കണ്ടോ, ഫുൾ മാവിൻ്റെ തോട്ടം. അങ്ങനെ അവിടെ കാണുന്നതൊക്കെ മറ്റേ നമ്മുടെ ആര്യവേപ്പില്ലേ, ആര്യവേപ്പാട്ടോ അത് മൊത്തം. ആര്യവേപ്പും പുളി. ആര്യവേപ്പ് ഇവിടെ ചവറ് പോലെ നമ്മളവിടെ ഈ കൊങ്ങണി ഒക്കെ ഉണ്ടാകുന്നില്ലേ, തൊട്ടാവടെയൊക്കെ ഉണ്ടാകുന്ന ആര്യവേപ്പ്. തെങ്ങിൻ്റെ തോപ്പ്, ഇത് തെങ്ങും തോപ്പ്. പിന്നെ അങ്ങനെ പറയാൻ നിന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ. ഇതുണ്ടോ, ഇത് കോഴീൻ്റെ ഫാമാണ്, വലിയ കോഴി ഫാമാണ്. അതായത് മേലെയാണ് കുറവംകുറത്തി മലയില്ലേ, ഇടുക്കി മേലെയുള്ള. ഞാൻ കൈ ചൂണ്ടുന്ന അങ്ങൊരു ഇത് കണ്ടോ, അതിൻ്റെ അടുത്താണ് അത്. നേരെ അതിൻ്റെ മേലെ കയറി കഴിഞ്ഞാൽ കേരള കേട്ടോ. എൻ്റെ മോനെ കണ്ട് നിൽക്കുക, കണ്ട് എന്നാ വ്യൂ ആടാ, ഒരു രക്ഷയില്ല. ചെറിയ ചാറ്റൽ മഴയൊക്കെ കൂടി ആണെങ്കിൽ ഉണ്ടല്ലോ, ഒരു രക്ഷ. അങ്ങൊക്കെ മല നോക്കി. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഈ ഫോണൊന്നും അത്ര അങ്ങോട്ടൊരു സുഖമുള്ള സെറ്റപ്പല്ല. ഇതിപ്പോൾ ഞാൻ കാണുന്ന പോലെ തന്നെ ഈ ഫോണിൽ കുറച്ചും കൂടെ നല്ല ഗാഡ്ജറ്റ്സ് ഉണ്ടെങ്കിലേ നല്ല സെറ്റപ്പായിട്ട് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്കൊരു തോന്നൽ. ഭാവിയിൽ നമുക്ക് വാങ്ങിക്കളയണം. പിന്നെ എന്നെ വലിയൊരു കാര്യം എന്താ പറയുക, റോഡ് കണ്ടോ. നമ്മുടെ നാട്ടിൽ വീട്ടിലേക്ക് പോകുന്ന റോഡ് പോലെ അലമ്പാണ് മൊത്തം. മോശം എന്നല്ല പറയുന്നത്, ഇവർ റോഡ് എല്ലായിടത്തേക്കും സെറ്റപ്പ് റോഡ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇവർ കൃഷിക്കൊക്കെ വളരെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് തമിഴ്നാട്ടിലെ. മൊത്തം സ്ഥലം കൃഷി എടുക്കാനായിട്ട് സെറ്റ് ചെയ്തിട്ടേക്കാണ്. ഇവിടെയൊന്നും കൃഷിയില്ല കേട്ടോ. ആ കാണുന്ന മൊത്തം തെങ്ങുംതോപ്പിൻ്റെ ഏരിയ ആണ്. അങ്ങനെ കണ്ടോ, ആ അപ്പുറത്ത് കണ്ടോ മറ്റേ പങ്കായം കറങ്ങണേ, നമ്മളെ എന്താ പറയുക, കാറ്റാടി യന്ത്രംസ്. കണ്ടോ, കാറ്റാടി യന്ത്രത്തിൻ്റെ വലിയ പാടമാണ് അവിടെ മൊത്തം. വലിയ കാറ്റാടി യന്ത്രത്തിൻ്റെ പാടം.